ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഹബീബിന്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ, ഹബീബായ നബി തങ്ങൾ നമ്മളെ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. നമുക്ക് അങ്ങോട്ട് നബിയെ സ്നേഹിക്കാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് എപ്പോഴാണ്? അതാണ് ഈ പറഞ്ഞ ഹദീസ്. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി തങ്ങൾ, ഇബ്നു ഹിബ്ബാൻ തങ്ങൾ, റുവാത്തു സ്വഹീഹ്, ഇമാം ബുഖാരി തങ്ങളുടെയും മുസ്ലിം തങ്ങളുടെയൊക്കെ റിവായത്തുകൾ വന്ന റാവിമാർ വന്ന വളരെ പ്രബലമായ ഹദീസാണ് എന്നർത്ഥം. അതാണ് അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകളാണ് എൻ്റെ അരികത്ത് നാളെ അരികത്ത് വന്നിരിക്കാനും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളും നിങ്ങളിൽ സൽസ്വഭാവമുള്ള ആളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബായ നബിയെ അങ്ങയുടെ സ്വഭാവം അമേസിംഗ്, അത്ഭുതകരമാണ് നബി അങ്ങയുടെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ഭുതകരമാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോരോ അനുഭവങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലായി, ഇതൊരു സാധാരണ ഒരു മനുഷ്യൻ്റെ സാധാരണ ഒരു ജീവിതത്തിലുള്ള ഒരു പെരുമാറ്റമല്ല ഹബീബിൻ്റേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മനുഷ്യന്മാർക്ക് കഴിയൂലെന്നൊക്കെ തോന്നിപ്പോകും, എങ്ങനെ തങ്ങളത് നേടിയെടുത്തു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കൊടുത്ത തർബിയത്താണത്. അതുകൊണ്ടാണ് ഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകൾ അവരാരാണെന്ന് ഹബീബ് തങ്ങൾ വിശദീകരിക്കുന്നു. അൽ മൗതൂന അക്നാഫൻ, ചാഞ്ഞു കിടക്കുന്നവരെന്ന് പറയില്ലേ, ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ചവിട്ടി കയറാൻ പറ്റുമല്ലോ എന്നൊക്കെ നമ്മളൊരു ഉദാഹരണം പറയുമല്ലോ ചിലപ്പോൾ. അൽ മൗതൂന അക്നാഫൻ, അവരുടെ തോളിൽ ചവിട്ടി മറ്റുള്ളവർ കടന്നു പോകും എന്ന് പറഞ്ഞാൽ അവർ ഒതുങ്ങിക്കൊടുക്കുന്ന ആളുകളാണ്, മറ്റുള്ളവരുടെ തോളിൽ ചവിട്ടിപ്പോകും. അൽ മൗതൂന അക്നാഫൻ, അവരുടെ സൈഡുകൾ മറ്റുള്ളവർക്ക് ചവിട്ടാൻ വേണ്ടി നിന്നു കൊടുക്കുന്നവരാണ്. അവർക്കൊന്നും വിഷയമല്ല. അങ്ങനത്തെ ആളുകൾ, സഹിക്കുന്ന ആളുകൾ, വളരെ വിനയവും താഴ്മയുള്ള ആളുകൾ. അല്ലദീന യഅലഫൂന വയുലഫൂൻ, അവരങ്ങോട്ട് ഇണങ്ങിച്ചേരുന്നവരാണ്, അവരോട് ഇങ്ങോട്ടും ഇണങ്ങിച്ചേരാൻ പറ്റുന്നവരാണ്. അങ്ങനെ സൽസ്വഭാവമുള്ളവർ. ചില ആളുകളുണ്ടാകും, അവരോട് ചെന്ന് മിണ്ടാൻ എനിക്ക് പേടിയാണ്, സലാം പറയാൻ പേടിയാണ്, എന്താ മറുപടി വരാമെന്ന് അറിയില്ല, അതുകൊണ്ട് അങ്ങനത്തെ ആളുടെ കാര്യം പോക്കാണ്. യഅലഫൂന വയുലഫൂൻ, ഇങ്ങോട്ട് സ്നേഹം കാണിക്കും, അങ്ങോട്ട് സ്നേഹിക്കപ്പെടാനും കഴിയും. അത്തരം സൗമ്യരായ ആളുകൾ എന്നാണ് ഈ സൽസ്വഭാവികൾ എന്നും നബി തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴെന്ത് ചെയ്യേണ്ട, ഒരു റൂളിംഗ് സ്വഭാവം വേണ്ട, ഞാൻ പറഞ്ഞത് നടക്കുള്ളൂ അങ്ങനെയൊന്നും പറയണ്ട. എന്ത് ചെയ്യുക, ഒതുങ്ങി ജീവിക്കുക, ഒതുങ്ങി കൊടുക്കുക എന്ന് പറയില്ലേ, മൗതൂന അക്നാഫൻ. ഇനി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു വിഭാഗത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക. വഇന്ന മിൻ അബ്ഗദികും ഇലയ്യ, നിങ്ങളിൽ ഞാൻ ഏറ്റവും ദേഷ്യപ്പെടുന്ന ആള്, നബി തങ്ങൾ ദേഷ്യപ്പെടുന്നവര്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, തങ്ങൾക്ക് ഇഷ്ടമല്ല. വഅബ്അദികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നിൽ നിന്ന് ഒരുപാട് ദൂരം മാത്രമേ നിൽക്കാൻ കഴിയൂ, അത്തരം ആളുകളെ ഞാൻ പറഞ്ഞു തരാം. അസ്വഉകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും സ്വഭാവം മോശമായവർ അവരാരാണെന്ന് ഹബീബ് തന്നെ വിശദീകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സർസാറൂന അൽ മുതഫൈഹിഖൂന അൽ മുതശദ്ദിഖൂൻ. അസ്സർസാറൂന, സർസാറു എന്ന് പറഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകൾ. വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുക എന്ന് പറയില്ല, ചടപ്പിക്കുന്ന ആളുകൾ. അങ്ങനെ ചടപ്പിക്കാൻ പാടില്ല എന്നാ ഒന്നവേ നിർത്താം നമ്മളല്ലേ. സർസാറൂൻ, ചിലതല്ല പറഞ്ഞ് ബോറടിപ്പിക്കുന്നു, അടുത്തിരുന്നൊക്കെ പെട്ടുപോകും ചിലപ്പോൾ ആൾക്കാർ. വർത്തമാനം പറഞ്ഞിട്ടേ ഇങ്ങോട്ട് റെസ്പോൺസ് ഇല്ലാതെ റേഡിയോ പോലെ വർത്തമാനം പറയാം, ഞാൻ പറയണതൊക്കെ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളുകൾ. അങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാരുടെ. ഇതിൻ്റെയൊക്കെ ഉദാഹരണം ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഓരോരുത്തർക്കും. സർസാറൂൻ, അങ്ങനെ ആവരുത്. നമ്മൾ ഒരാളെ ബോറടിപ്പിക്കരുത്. ഓരോരുത്തരുടെ സന്ദർഭ സാഹചര്യം കണ്ടിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഒരുപാട് സംസാരിക്കുക സർസാറൂൻ, അതും അനാവശ്യ വിഷയങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കുക. അവരുമായുള്ള ഒരു കാര്യമില്ല, എന്നാലും അതിൽ കയറിയിട്ട് പറയാം. അവരുമായിട്ട് ഒരു ബന്ധവുമില്ല, അവിടെ മിണ്ടാതിരുന്നാൽ മതി, ഇവർ തമ്മിലുള്ള വിഷയമാണ്, അതിൽ കയറിയിട്ട് സംസാരിക്കുക. അതിനാണ് സർസാറൂൻ എന്ന് പറയാ. ഹുവൽ കസീറുൽ കലാമി തകല്ലുഫൻ,
അനാവശ്യമായി ഇടപെട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളുകൾ, നാളെ എൻ്റെ അരികത്ത് പോലും ഞാൻ അവരെ ഇരുത്തൂല, എനിക്കവരോട് ദേഷ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 2 വാക്കുകൂടെ തങ്ങൾ പറഞ്ഞു, അൽ മുതഫൈഹിഖൂന അൽ മുതശദ്ദിഖൂൻ. മുതഫൈഹിഖൂന അൽ മുതശദ്ദിഖൂൻ, മുതഫൈഹിഖൂൻ വൽ മുതശദ്ദിഖൂൻ. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബി തങ്ങളെ, ഖദ് അലിംന സർസാറൂന വൽ മുതശദ്ദിഖൂൻ. മുതശദ്ദിഖീങ്ങൾ ആരാണ്? സർസാറൂൻ എന്ന് പറഞ്ഞവരാരാ? ഇത് ഞങ്ങൾക്ക് മനസ്സിലായി നബിയെ. ഫമൽ മുതഫൈഹിഖൂന, ഈ മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞ വിഭാഗം ആരാണ്? ഖാല അൽ മുതകബ്ബിറൂൻ, അഹങ്കരിച്ചു നടക്കുന്ന ആളുകൾ. വലിയ അഹങ്കാരം, മനസ്സിൽ ഏതോ വലിയ ആളാണ് ഞാൻ എന്ന തോന്നൽ കൊണ്ടു നടക്കുന്ന ആളുകൾ. എനിക്കവരോട് ദേഷ്യമാണ്, ഞാൻ അവരരികത്ത് പോലും ഇരുത്തൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതകബ്ബിറൂൻ. പിന്നെ പറഞ്ഞു അൽ മുതശദ്ദിഖൂൻ. മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ അൽ മുതകല്ലിമു. ശരിക്കും മനസ്സിലാക്കുക, അൽ മുതകല്ലിമു ബിമിൽഇ ശിദ്ഖിഹി, വായ മുഴുവൻ തുറന്നു വെച്ചിട്ട് സംസാരിക്കുക. തഫാസുഹൻ വതഅദീമൻ ലികലാമിഹി, പറയുന്ന വാക്കിനൊരു വലിയ ഗാംഭീര്യം വേണം എന്നുദ്ദേശിച്ചുകൊണ്ട്, പറയുന്ന വാക്കുകൾ ഖനമുള്ളതാകണം എന്നുദ്ദേശിച്ചുകൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ പറയുന്ന മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ഉണ്ട്. വായ നിറച്ച് പറയാം. അള്ളാഹുവിന് ഇഷ്ടമല്ല, നബി തങ്ങൾക്ക് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മതി. സന്ദർഭത്തിൽ അങ്ങനെ പറയണ്ട. അതെന്താ ഈ വായ നിറച്ച് പറയലാണ്? എന്തോ ഒരു വല്ലാത്ത ഒരു അഹങ്കാരത്തിൻ്റെ അങ്ങനെ കോപ്പിടിച്ച് പറയുന്ന മനുഷ്യന്മാരുണ്ട്. അത് ചെയ്യാൻ പാടില്ല. വല്ലാത്തൊരു എന്ന് പറഞ്ഞ് തൊണ്ടയിൽ നിന്ന് എടുത്തിട്ട് സംസാരിക്കുക, അതാണ് ഈ മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ. അത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അങ്ങനെ തന്നെ വേളു പറയുക, അങ്ങനെ തന്നെ പ്രസംഗിക്കുക, അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുക. അത് ചെയ്യരുത്. ആര് ചെയ്താലും അത് കോപ്പിയെടുക്കാനും പാടില്ല. അങ്ങനെ ചെയ്യരുത്. നബി ഞങ്ങൾക്ക് അബ്അദുകും മിന്നി മജ്ലിസ, എൻ്റെ അരികത്ത് പോലും ഇരുത്താൻ ഞാൻ വിടൂല. അവർ ദൂരെയായിരിക്കും. ഇങ്ങനെ വായ നിറച്ച് ഗാംഭീര്യത്തിൽ തൊണ്ടയിൽ നിന്നെടുത്തിട്ട് ആ സംസാരമൊന്നും വേണ്ട. മാന്യമായൊരു മനുഷ്യൻ്റെ സംസാരം ഉണ്ടല്ലോ, അങ്ങനെ സംസാരിച്ചാൽ മതി. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ തങ്ങൾ എന്തിനാ ഇടത്ത് വിട്ടു പറയുന്നത്? ഇത്തരം സ്വഭാവങ്ങൾ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തങ്ങൾ നേർത്ത് പറഞ്ഞു തരാം. അല്ലെങ്കിൽ ചീത്ത സ്വഭാവക്കാർ തങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സൽസ്വഭാവം എന്താ, ചീത്ത സ്വഭാവം എന്താ, ഒരു കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ നബി തങ്ങൾ ചേർത്ത് പറയാൻ, ഇങ്ങനെ പറയുന്ന ആളുകൾ ഇത് വേണ്ട, അത്തരം സ്വഭാവങ്ങൾ എനിക്കിഷ്ടമല്ല, അത്തരം ആളുകൾ ഞാൻ ദേഷ്യപ്പെടുന്നവരാണെന്നും എൻ്റെ അകലെയാണ് ഞാൻ അവരെ നിർത്തുക, അടുപ്പിക്കുക പോലുമില്ല എന്ന് ഖിയാമത്ത് നാളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്ത് ചെയ്യണം? സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വാള് പറയുന്നവരെ കുറിച്ചാണ് പറയുന്നത്, പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരുടെ കുറിച്ചാണ് പറയുന്നത്, ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നവരോട്, ഇവരൊക്കെ ഈ വിഷയം ശ്രദ്ധിക്കണം. സർസാറൂൻ, അനാവശ്യമായി വെറുതെ സമയം കളയാൻ പാടില്ല. മുതഫൈഹിഖൂൻ, അഹങ്കാരത്തിൻ്റെ സ്വഭാവത്തിൽ ഏതോ വലിയ ആളാണ് എന്ന രീതിയിൽ സംസാരിക്കല്ലേ. അൽ മുതശദ്ദിഖൂൻ, വായ നിറച്ചു വെച്ചിട്ട് തൊണ്ടയിൽ നിന്ന് എടുത്തിട്ടുള്ള സംസാരം, അങ്ങനെയൊന്നും പറയും. പച്ച മലയാളത്തിൽ പറയുമ്പോൾ ആ മലയാളത്തിന് സ്വാഭാവികമായി പറയേണ്ട ഒരു എനർജി എടുത്തിട്ട് പറഞ്ഞാൽ മതി. ബാക്കി മൈക്കിൻ്റെ എനർജിമ കിട്ടിയാൽ മതി. തൊണ്ടയിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യരുത്? ആ ഒരു ഗാംഭീര്യം ഉണ്ടാക്കേണ്ട ശബ്ദത്തിന് ചെയ്യാൻ പാടുള്ളതല്ല. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, ഹബീബിന് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു കാര്യം കൂടെ നബി തങ്ങൾ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിസാബിൻ്റെ സമയത്ത്, അവിടുത്തെ വിചാരണ സമയത്ത് ഹബീബിൻ്റെ ഷഫാഅത്ത് അള്ളാഹു നമുക്ക് നൽകണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുന്നുണ്ട്. വഔലൻ നാസി ബിശഫാഅത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വിചാരണ നേരിട്ടാൽ തന്നെയും ആ വിചാരണയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്റർസെഷൻ, തങ്ങളുടെ ഷഫാഅത്തുണ്ട്. ആ ഷഫാഅത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതിന് നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ പണി, ഔലന്നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആളുകൾ, അക്സറുഹും അലയ്യ സ്വലാത്തൻ, എനിക്ക് മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. സ്വല്ലൂ അലാ റസൂലില്ലാഹ്, ഇരുന്നുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് ചൊല്ലുക. അത് തന്നെ ഒരു തർബിയത്താണെന്നാണ്. സ്വലാത്ത് തന്നെ ഒരു തർബിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബായ തങ്ങളുമായി ഒരു ആത്മീയ ബന്ധമുണ്ടാക്കുക. അങ്ങനെ അള്ളാഹുലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഒരു മനുഷ്യരിലൂടെ നമുക്ക് വഴിയുള്ളൂ. അത് നബി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളെ കണക്ട് ചെയ്യാതെ അള്ളാഹുലേക്ക് കണക്ട് ചെയ്യാൻ കഴിയൂല. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അത് അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹു മലക്കുകളും പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലേണമേ. മറ്റമ്പിയാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷെ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തും സലാമും വേണം. അത് അല്ലാഹു ഈ പറഞ്ഞതുകൊണ്ടാണ് സ്വല്ലു അലൈഹി വസല്ലിമു. സ്വലാത്തും സലാമും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഇത് രണ്ടും പറയണമെന്നാണ് അള്ളാഹുവിൻ്റെ ഓർഡറാണത്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു യൗമൽ ഖിയാമ. ഓരോരുത്തരോടും അല്ലാഹു തആല നേർക്ക് നേരെ നാളെ സംസാരിക്കുമത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടാവില്ല. ഒരു മുബല്ലിഗിൻ്റെ ആവശ്യമില്ല, പരിഭാഷകൻ്റെ ആവശ്യമില്ല. അള്ളാഹു ഡയറക്റ്റ് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളോട് പറയുമ്പോൾ ഒരാൾക്ക് ഒരാളോടെ ഒരു നേരത്ത് കഴിയൂ. അള്ളാഹു ചാലെ നമ്മളെപ്പോലെ അല്ലല്ലോ, അല്ലേ? മുഖാലിഫുൽ ഹവാദിസാൻ. അള്ളാഹു ചാലവൻ്റെ സൃഷ്ടികളെ പോലെയല്ല. ഓരോരുത്തരോടും ഒരേ സമയം അള്ളാഹിൻ്റെ എല്ലാ സൃഷ്ടികളോടും സംസാരിക്കാൻ അള്ളാഹുവിന് കഴിയും. അങ്ങനെയാണ്. നമുക്ക് ഒരാളോട് 1 to 1 സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരാളോട് സംസാരിക്കാൻ കഴിയില്ല, അല്ലേ? ഞാൻ ഇപ്പോൾ ഒരു കോളിലാണ്, അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നാണ് പറയാം. രണ്ടാളോട് ഒരേ സമയം സംസാരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അള്ളാഹുവിനത് കഴിയും. അള്ളാഹു ചാല ഒരേ സമയം എല്ലാവരോടും അള്ളാഹുവിന് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഹിസാബ് പെട്ടെന്ന് തീരും എന്ന് തന്നെ പറഞ്ഞത്. നമ്മൾ ക്യൂലായി പോകില്ല, പഠിച്ചവൻ എൻ്റെ ടോക്കൺ കിട്ടുമ്പോഴേക്കും വൈകുന്നേരമാവില്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അള്ളാഹുവിൻ്റേത് ഹിസാബൻ വളരെ വളരെ പെട്ടെന്നുള്ള ഹിസാബാണ്. ഓരോരുത്തരോടും തത്സമയം അള്ളാഹുവിന് വേറിട്ട് ആളുകളോട് ഒരേ സമയം റബ്ബിന് ഹിസാബ് ചെയ്യാൻ കഴിയും. എല്ലാവരോടും അള്ളാഹു 1 to 1 അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമെന്നാണ്. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ ഫയൻദുറ അയ്മന മിൻഹു. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം അങ്ങനെ ആലോചിച്ച് നോക്കുക. അള്ളാഹു തആല നമ്മുടെ മുമ്പിൽ ഹാദിറായി നിൽക്കുകയാണ്. അള്ളാഹുവിനോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ വലതു ഭാഗത്തേക്ക് നോക്കും, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. നമ്മൾ ചെയ്തു കൂട്ടിയതല്ലാതെ മറ്റൊന്നും അവിടെ കാണുന്നില്ല. ഇടതു ഭാഗത്തേക്ക് നോക്കുന്നു, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. നമ്മൾ ചെയ്തതല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. യൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ല അന്നാർ. മുമ്പിലേക്ക് നോക്കുമ്പോൾ നരകമാണ് അവിടെ കാത്തിരിക്കുന്നത്. ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. അതുകൊണ്ട് ജനങ്ങളെ നരകത്തെ കാത്തോളൂ. വലൗ ബിശിഖ്ഖി തംറ. ഒരു കാരക്കയുടെ ഒരു ചീള് കൊടുക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയൂ. അതെങ്കിലും ദാനം കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് ശരീരം കാത്തോളൂ എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ വലതു ഭാഗത്ത് നമ്മൾ ചെയ്തത്, ഇടതു ഭാഗത്ത് നമ്മൾ ചെയ്തത്. മുമ്പിൽ നരകമാണുള്ളത്. പരാജയപ്പെട്ട പിന്നെ നരകത്തിലേക്കാണ്. അങ്ങനെ വരുന്ന ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട്. ആ നേരത്തെ നരകത്തിലേക്ക് പോവാതിരിക്കാൻ ഒരു കാരക്ക മുഴുവൻ കൊടുത്താൽ അതിന് എത്രയായിരിക്കും കൂലി? കാരക്കൻ്റെ ഒരു ചീളെ കൊടുക്കാൻ കഴിയൂ. അത് കൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ നരകത്തെ കാക്കണം. അപ്പം എന്തെങ്കിലും ഒരു സംഭാവനയോ ഒരു സ്വതക്കയോ ചെയ്യേണ്ട അവസരം വരുമ്പോഴേ അത് മറ്റേ ആചാര്യ മൂപ്പരക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് 1000 കൊടുക്കാൻ പറ്റൂല, 10 കൊടുക്കാൻ പറ്റുമോ? പറ്റും. 1 കൊടുക്കാൻ പറ്റുമോ? പറ്റൂ. എന്നാൽ നമ്മൾ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക, ബാക്കിയുള്ള ആളുകൾ ചെയ്തോട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയെടുപ്പിക്കുമ്പോൾ എല്ലാ അറബികൾ തന്നെ എടുത്തോട്ടെ എന്ന് പറയരുത്. അറബികളെടുത്ത ഓൽക്കതിന് കൂലി കിട്ടും, ഒരു കുഴപ്പമില്ല. അവർക്ക് അതിന് കൂലി എമ്പാടുള്ള കൊടുക്കും, ഇഷ്ടം പോലെ. നമ്മൾ കൊടുത്താൽ നമുക്കും കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അള്ളാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.